തലമുറകളിലൂടെ സഞ്ചരിച്ച ഇതിഹാസ ഗായിക ആശാ ഭോസ്ലേക്ക് യാത്രാമൊഴി നൽകുകയാണ് രാജ്യം. നിരവധി പേരാണ് മുംബൈയിലെ വസതിയിലെത്തിയ ആശാ ഭോസ്ലേക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അല്പസമയത്തിനകം ദാദർ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥെ, സംസ്കാര ചടങ്ങുകൾക്കായി ഇപ്പോൾ ശിവാജി പാർക്കിലേക്ക് മൃതദേഹം മാറ്റുന്ന ചടങ്ങുകളാണോ? വിവരങ്ങൾ. ഇപ്പോൾ ഗായിക ആശാ ഭോസ്ലെയുടെ ഭൗതികദേഹവുമായി ഇപ്പോൾ ശിവാജി പാർക്കിലേക്കുള്ള യാത്രയിലാണ്. റോഡിന് ഇരുവശത്തും നിരവധി പേരാണ് ആശാ ഭോസ്ലെയെ ഈ പൊതുദർശന സമയത്ത് കാണാൻ കഴിയാത്ത ആളുകൾ പലരും കാത്തു നിൽക്കുന്നുണ്ട്. ആശാ ഭോസ്ലെ അമർ രഹേ, എന്നെന്നും ഞങ്ങളിലൂടെ ജീവിക്കും എന്നുള്ള മുദ്രാവാക്യം നമുക്ക് അവിടെ കേൾക്കാനും കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ശിവാജി പാർക്കിലേക്ക് എത്തും. വീട്ടിൽ നിന്ന് അധിക ദൂരമില്ല ശിവാജി പാർക്കിലേക്ക്. അവിടെ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. രാവിലെ 11 മണിയോടെയാണ് പൊതുദർശനം ആശാ ഭോസ്ലെയുടെ മുംബൈയിലെ വസതിയിൽ നടന്നത്. പ്രമുഖരുടെ ഒരു നീണ്ട നിര ഈ പൊതുദർശന സമയത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അടക്കം രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രമുഖർ അവിടെ എത്തിയിരുന്നു. രൺവീർ സിംഗ്, വിവേക് ഒബ്രോയ് തുടങ്ങി സിനിമാ രംഗത്തുള്ള നിരവധി നടീനടന്മാർ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിരുന്നു. ക്രിക്കറ്റിംഗ് രംഗത്ത് നിന്നും കായിക മേഖലയിൽ നിന്ന് പ്രമുഖരുടെ ഒരു നീണ്ടനിര ഉണ്ടായിരുന്നു. അവർക്ക് കായിക മേഖലയിലുള്ള പലരുമായും വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ കുടുംബസമേതം എത്തി. അങ്ങനെ പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഈ പൊതുദർശന സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ത്യയാത്രയിലാണ്. ശിവാജി പാർക്കിൽ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 4 മണിക്ക് ശേഷം എന്നതാണ് സംസ്കാര ചടങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന സമയം. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ എത്തി മറ്റു ചടങ്ങുകൾ പൂർത്തിയാകും. ഇതിനോടകം തന്നെ സംസ്ഥാനം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് ചടങ്ങുകൾ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൺ സല്യൂട്ട് അടക്കമുള്ള നടപടികൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.